നോക്കൂ, അവിടെ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി മുസ്ലിം ന്യൂനപക്ഷത്തോടെടുക്കുന്ന സമീപനം അത് നിങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നില്ലേ? അതിനെ എങ്ങനെയാണ് നിങ്ങൾ മറികടക്കുക? മുസ്ലിം ലീഗ് അതിൽ എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നത്? സ്മൃതി, അങ്ങയുടെ ചോദ്യം അഭിനന്ദനാർഹമാണ്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതു മുതൽ ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ നേരത്തെ പറഞ്ഞ പാലസ്തീനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹമാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചൊക്കെ പർവ്വതീകരിച്ചുകൊണ്ട് ചർച്ച നടത്തുന്നുണ്ട്. ഞാൻ അദ്ദേഹം എടുത്ത നിലപാടുകളെ, ശ്രീ സ്വരാജ് എടുത്ത നിലപാടുകളെയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയട്ടെ. സ്വരാജ് മത്സരിക്കുന്നത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ വിലയിരുത്തലിനായിട്ടാണെങ്കിൽ അവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ സ്വരാജിന് കിട്ടുമെന്നാണ് താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ, ആ രൂപത്തിലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നാഗ്പൂർ കേന്ദ്രത്തിൽ നിന്ന് RSSന്റെ കേന്ദ്രത്തിൽ നിന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയപ്പോ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ആദ്യം നടപ്പിലാക്കിയ സ്റ്റേറ്റ് ഏതാ സ്മൃതി? അത് കേരളമല്ലേ? അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ? ആ പിണറായി വിജയന്റെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ലേ സ്വരാജ് മത്സരിക്കുന്നത്? അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടണ്ടേ? ഇവിടുത്തെ ന്യൂനപക്ഷം ചർച്ച ചെയ്യപ്പെടണ്ടേ? UAPA അമെന്റ്മെന്റ് ബില്ല്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അതിന്റെ അമെന്റ്മെന്റ് രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ഈ പറയുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ഒരുമിച്ച് പാർലമെന്റ് അകത്ത് എതിർക്കുകയും, എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് കോഴിക്കോട് അലൻ ഷുഹൈബിന്റെയും തോഹ ഫസലിന്റെയും പേരിലല്ലേ? അത് പിണറായി സർക്കാർ അല്ലേ? ആ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടല്ലേ, അതിന്റെ പ്രതിനിധിയായിട്ടല്ലേ സ്വരാജ് മത്സരിക്കുന്നത്? അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടണ്ടേ? നോക്കൂ, നിങ്ങൾ കളമശ്ശേരിയിൽ ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരവാദ ബോംബ് സ്ഫോടനം ഉണ്ടായി. അതിന് UAPA ചേർക്കാൻ മേടിച്ചത് ഇതേ സർക്കാരല്ലേ? ഈ പിണറായി വിജയൻ ഗവൺമെന്റ് അല്ലേ? ഈ ഗവൺമെന്റ് പ്രതിനിധിയല്ലേ ശ്രീ സ്വരാജ്? സ്കോളർഷിപ്പ് ഉണ്ടായല്ലോ, കേന്ദ്ര ഗവൺമെന്റ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളൊക്കെ വെട്ടിച്ചുരുക്കി കേരളം സ്കോളർഷിപ്പ് കൊണ്ടുവന്നു. അവർ കെടാവിളക്കുന്ന സ്കോളർഷിപ്പ് കൊണ്ടുവന്നപ്പോ 49 പിന്നോക്ക സമുദായങ്ങളിൽ 2 സമുദായങ്ങളെ പുറത്താക്കി. അതിലൊന്ന് ക്രൈസ്തവ സമൂഹമാണ്, മറ്റൊന്ന് മുസ്ലിം സമൂഹമാണ്. ഈ നിലമ്പൂരിലെ ഈ ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ? ഈ പറയുന്ന സ്കോളർഷിപ്പ് നടപ്പിലാക്കുമ്പോൾ 2 സമൂഹത്തെ പുറത്താക്കി കെടാവിളക്കെന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്ന പിണറായി സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് തന്നെ അല്ലേ സ്വരാജ് മത്സരിക്കുന്നത്? ഇനി പോട്ടെ, മണിപ്പൂരിൽ നമുക്കറിയാം രാജ്യം കണ്ട ഏറ്റവും വലിയ കലാപം മണിപ്പൂരിൽ ഉണ്ടായപ്പോ നമ്മളെല്ലാവരും പറഞ്ഞു രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രധാനമന്ത്രിയും മണിപ്പൂരിലേക്ക് പോകണമെന്ന്. ഒരു തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മണിപ്പൂരിലെ കലാപത്തിന്റെ ചാരത്തിൽ നിന്ന് വോട്ട് തേടിക്കൊണ്ട് അങ്ങോട്ട് പോവാതിരുന്ന ഏറ്റവും വൃത്തിഹീനമായ ഫാസിസ്റ്റ് ഗവൺമെന്റ് ആയിട്ടുള്ള രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ഏറ്റവും നീചമായ പ്രവർത്തനത്തെ നമ്മൾ കണ്ടില്ലേ? സമാനമായ രൂപത്തിലല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 80:20 എന്ന് പറയുന്ന സ്കോളർഷിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹവും ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹവും തമ്മിൽ കേരളത്തിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന വർഗീയ സംഘടനയായ കാസ പോലുള്ള സംഘടന രൂപപ്പെടാൻ പോലും കാരണമായ ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ നിശബ്ദത പാലിച്ച് പിണറായി വിജയൻ ഈ 2 സമുദായം തമ്മിൽ ഏറ്റുമുട്ടത്തിന് ആഗ്രഹിച്ച അതേ പിണറായി വിജയന്റെ പ്രതിനിധിയായിട്ട് തന്നെ അല്ലേ സ്വരാജ് മത്സരിക്കുന്നത്? നോക്കൂ, നിങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം, അതിനെതിരെ രാജ്യത്തുടനീളം സമരം നടക്കുന്നു. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കർണാടകയും തമിഴ്നാടും ഒരു നിലക്കും NEP-യുമായി സഹകരിക്കില്ല എന്ന് പറയുമ്പോൾ അത് ഭാഗികമായി നടപ്പിലാക്കിയ സ്റ്റേറ്റിന്റെ പേരല്ലേ കേരളം? അതിന്റെ മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ? ആ പിണറായി വിജയന്റെ പ്രതിനിധിയായിട്ടല്ലേ സ്വരാജ് മത്സരിക്കുന്നത്? അപ്പൊ സംഘപരിവാർ വിരുദ്ധതയെ, ന്യൂനപക്ഷത്തെ ഇക്കിളിപ്പെടുത്താൻ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് മാത്രം സാധ്യമാകും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് മലപ്പുറം ജില്ലയിലോ കേരളത്തിലെയോ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹത്തെ. ഒരുപക്ഷെ സ്വരാജ് എടുത്ത നിലപാടുകൾക്ക് ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം നിൽക്കുന്ന പ്രസ്ഥാനം അത് സംഘപരിവാറിനോട് വിധേയപ്പെട്ടു പോകുന്നു എന്നത് കേരളത്തിൽ എത്ര തെളിവുകൾ വേണം? നമ്മൾ എത്ര തവണ ചോദിച്ചു സ്മൃതി? സ്വരാജ് കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം കേരളത്തിലെ ഇവിടുത്തെ സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ചോദിച്ചില്ലേ RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെ എന്തിനാണ് കേരളത്തിന്റെ പോലീസ് ചീഫ് പോയി കണ്ടത്? ഈ സ്വരാജ് മിണ്ടിയില്ലല്ലോ. പിണറായി വിജയൻ കാണിക്കുന്ന ഈ RS ശ്രമത്തിന് മിണ്ടാതെ മൗനം കൊണ്ട് അദ്ദേഹം സമ്മതം കൊടുക്കലായിരുന്നോ? നോക്കൂ, നിങ്ങൾ റാം മാധവനെ പോയി കാണാൻ കേരളത്തിന്റെ ADGP തയ്യാറായപ്പോ സ്വരാജ് കേരളത്തിലില്ലായിരുന്നോ? അദ്ദേഹം മിണ്ടിയില്ലേ? അദ്ദേഹം ഏതെങ്കിലും മുറിക്കകത്തിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ കേരളത്തിൽ ന്യൂനപക്ഷം മുഴുവൻ സ്വരാജിന്റെ കൂടെ നിൽക്കും എന്ന് CPM-കാർ വിചാരിക്കുന്നുവെങ്കിൽ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ന്യൂനപക്ഷമല്ല കേരളത്തിലുള്ളത്. കേരളത്തിലെ പിണറായി സർക്കാരിനെ നല്ല രൂപത്തിലേക്ക് പരിശോധന നടത്തി അവർ ന്യൂനപക്ഷ വിരുദ്ധതയെ കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. നോക്കൂ, നിങ്ങൾ CAA കേസുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ചർച്ച ഉണ്ടായല്ലോ. ഈ ലോകത്ത് ഇന്ത്യയിൽ മുഴുവൻ സമരം നടന്നു, കേരളത്തിലും സമരം നടന്നു. എന്നാൽ BJP അല്ലാത്തൊരു ഗവൺമെന്റ് CAA കേസ് പിൻവലിക്കാത്ത സ്മൃതി, ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും അത് കേരളത്തിലെ പിണറായി സർക്കാരല്ലാതെ മറ്റേത് സർക്കാരാണുള്ളത്? നിങ്ങൾ പറ. CAA വിരുദ്ധ കേസുകൾ പിൻവലിക്കാൻ മോഡിക്കെതിരെ നടത്തിയ കേസുകൾ അതിന്റെ പേരിൽ പിൻവലിക്കാത്ത BJP അല്ലാത്ത മുഖ്യമന്ത്രിയുള്ള ഏക മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായിട്ട് സ്വരാജ് മത്സരിക്കുമ്പോൾ അദ്ദേഹം പലസ്തീനോടുത്ത നിലപാട്, അല്ലെങ്കിൽ അദ്ദേഹം വാര്യം കുന്നത്തുമായി ബന്ധപ്പെട്ട നിലപാട്, അതിനൊക്കെ സ്വാഗതം ചെയ്യുമ്പോഴും അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പിണറായി മന്ത്രിസഭയ്ക്ക് തുടർച്ച വേണമെന്ന് പറഞ്ഞിട്ടാണ് എങ്കിൽ ഒരു വോട്ട് പോലും കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, സംഘപരിവാറിന് വിധേയപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ പരാജയം ഏറ്റുവാങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവും സ്വരാജിന് മുമ്പിൽ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല.